ചേർത്തല അയ്യപ്പഞ്ചേരി ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ചുറ്റമ്പല പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ജനുവരി 21-ന് തുടങ്ങും. ചേർത്തല അയ്യപ്പഞ്ചേരി ക്ഷേത്രത്തിൽ ചുറ്റമ്പലം പുതുതായി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശിലാസ്ഥാപന കർമ്മം 10:52-നും 11:58-നുമുള്ള ശുഭമുഹൂർത്തത്തിൽ ബഹുമാനപ്പെട്ട തന്ത്രിമുഖ്യന്മാർ മോനാട് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി, കണ്ഠരര് രാജീവര്, മറ്റു പ്രമുഖ താന്ത്രിക ആചാര്യന്മാർ, മറ്റ് സാമുദായിക രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ നേതാക്കൾ എല്ലാവരും സന്നിഹിതരായിരിക്കും. അന്നേ ദിവസം ഉദ്ദേശം 5 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ചുറ്റമ്പലമാണ്. അയ്യപ്പൻ്റെ പാദസ്പർശമേറ്റ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ പാദസ്പർശമേറ്റ അയ്യപ്പഞ്ചേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടക്കുന്നത്. സമ്മേളനത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവர்கள் ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ NSSൻ്റെ യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ സാറ് അധ്യക്ഷത വഹിക്കുന്നതും, തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട യൂണിയൻ സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണൻ നായർ സാറ്, അതുപോലെ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, SNDPയുടെയും നേതാക്കൾ ആയ ശ്രീ KP നടരാജൻ അവർ, ശ്രീ അശോകൻ അവർ, മറ്റ് BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രമുഖ നേതാക്കളായ ബാബു പ്രസാദ്, വിളിയാകുളം പരമേശ്വരൻ, അതുപോലെ തന്നെ പ്രമുഖ സംഗീതജ്ഞൻ TS രാധാകൃഷ്ണൻ അവർ, ഗായിക ചിത്ര അരുൺ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ചെറുവാരണം 1658, ചെറുവാരണം തെക്ക് 3522 NSS കരയോഗങ്ങളുടെ കീഴിലുള്ളതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ സഹകരണത്തിൽ 5 കോടി മുടക്കിയുള്ള പഞ്ചവർഗത്തറയും കൃഷ്ണശിലയിലും ചെമ്പുപാകിയുമുള്ള ചുറ്റമ്പലമാണ് ലക്ഷ്യമിടുന്നത്. 21-ന് രാവിലെ 10:52-നും 11:57-നും മധ്യേ ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് തന്ത്രി, മോനോട്ടുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി, ഗോവിന്ദൻ നമ്പൂതിരി, ഭാഗവതജ്ഞാചാര്യൻ അഡ്വക്കേറ്റ് TR രാമനാഥൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ശിലാസ്ഥാപനം. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ചുറ്റമ്പല നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഭക്തജനങ്ങളിൽ നിന്നും വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്ന് NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി B ഗോപാലകൃഷ്ണൻ നായർ, ചെയർമാൻ N രാമദാസ്, ജനറൽ കൺവീനർ N ഉണ്ണികൃഷ്ണൻ, TS ഗോപാലകൃഷ്ണൻ, MN വിമൽ, V ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അയ്യപ്പന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണ് നാനാഭാഗത്തു നിന്നുള്ള, നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള, ദേശങ്ങളിൽ നിന്നുള്ള, അന്യദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വിശ്വസിച്ച് അയ്യപ്പനിൽ അഭയം കണ്ടെത്തി അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ട് ചെയ്യുന്നത് നീരാഞ്ജനം, എള്ളുപായസം, എള്ളുകിഴി കത്തിക്കുന്ന ശനിയാഴ്ചകളിൽ എള്ളുകിഴികൾ കത്തിക്കുന്നത് ശനിദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. ഏകദേശം 4000-ഓളം എള്ളുകിഴികൾ ഒരു ശനിയാഴ്ച തന്നെ ആൾക്കാർ കത്തിക്കുന്നു. അത് 108, 1008 കിഴികൾ ഒക്കെ ആയിട്ട് കത്തിച്ച് വരും. അത്രയ്ക്ക് വിശ്വാസം ആർജിച്ചിട്ടുള്ള സാക്ഷാൽ ശ്രീ അയ്യപ്പന്റെ പാദസ്പർശം ഏറ്റിട്ടുള്ള ഒരു മണ്ണാണ് അയ്യപ്പഞ്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചുറ്റമ്പലം നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാനാജാതി മതസ്ഥരും നാനാജാതി ജനങ്ങളും ഭക്തന്മാരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മളുടെ ചുറ്റമ്പലം പൂർത്തീകരിക്കണം. സാർ പറഞ്ഞ പോലെ 5 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ചുറ്റമ്പലം പഞ്ചവർഗത്തറയാലും കൃഷ്ണശിലയാൽ നിർമ്മിക്കുന്ന പഞ്ചവർഗത്തറയാലും അതിനുശേഷം അതിന് മുകളിലേക്ക് മരം അടിച്ച് ചെമ്പ് പാകി സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് അതിൻ്റെ തുടക്കം എന്നുള്ളതിലേക്ക് ആണ് ഇപ്പോൾ 21-ാം തീയതി 2024 ജനുവരി 21-ാം തീയതി രാവിലെ
10:52-നും 11:58-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ ശിലാസ്ഥാപന ചടങ്ങ് നടക്കുന്നു. പഴക്കം ചെന്ന ഈ ചുറ്റമ്പലം എല്ലാ രീതിയിലും എല്ലാവരുടെയും സഹകരണത്തോടെ, ആത്മാർത്ഥമായ പിന്തുണയോടെ, സഹകരണത്തോടെ നല്ലൊരു ചുറ്റമ്പലം പണിത് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആ ദിവസം, അതായത് നമ്മുടെ ശിലാസ്ഥാപന കർമ്മ ദിവസം, ആചാര്യന്മാർ ശിലാസ്ഥാപനം നടത്തിയതിനു ശേഷം തന്ത്രിമുഖ്യന്മാരുടെ കാർമ്മികത്വത്തിൽ താന്ത്രിക വിധികൾ നടത്തിയതിനു ശേഷം എല്ലാ പൗരപ്രമുഖരെയും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന, സാമുദായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചേർത്തലയുടെ ഏറ്റവും പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമ്മേളനത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നായിക സഭാ അംഗവും ചേർത്തല താലൂക്ക് NSSന്റെ സമാരാധ്യനായ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ സാർ അധ്യക്ഷത വഹിക്കും. മുമ്പേ രാംദാസ് സാർ പറഞ്ഞ പോലെ, ഉണ്ണി സാർ പറഞ്ഞതുപോലെ വ്യക്തിത്വങ്ങൾ, നിരവധി വ്യക്തിത്വങ്ങൾ നമുക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കും. എല്ലാവരും ഭക്തജനങ്ങൾ, അദ്ദേഹം പറഞ്ഞതുപോലെ വളരെയധികം പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അയ്യപ്പൻചേരി.